വിപണിയിൽ സ്വദേശികൾക്ക് മുൻഗണന ഉറപ്പാക്കുന്നതിനായി പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസിൽ ബഹ്റൈൻ ഘട്ടം ഘട്ടമായ വർധന പ്രഖ്യാപിച്ചു. 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം അടുത്ത 4 വർഷം കൊണ്ട് പൂർണ്ണമായും നടപ്പാക്കും. ബഹ്റൈനിൽ പ്രവാസികളുടെ തൊഴിൽ വിസയ്ക്കുള്ള ഫീസ് വർദ്ധിപ്പിക്കുന്നു. 2026 ജനുവരി മുതൽ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് ഫീസ് വർധനവ് പ്രാബല്യത്തിൽ വരും. ഓരോ വർഷവും ക്രമാനുഗതമായി ഫീസ് കൂട്ടി 4 വർഷത്തിനുള്ളിൽ അഥവാ 2029 പൂർണ്ണമായും വർധനവ് നടപ്പിലാക്കും. തൊഴിൽ വിപണിയിൽ ബഹ്റൈൻ പൗരന്മാർക്ക് മുൻഗണന ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ക്യാബിനറ്റ് യോഗത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബഹ്റൈൻ തൊഴിൽ നിയമകാര്യ മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വദേശികളുടെ തൊഴിലവസരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഫീസ് വർധനവ് ഗാർഹിക തൊഴിലാളികൾ ഒഴികെയുള്ള എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും ബാധകമായിരിക്കും. നിലവിൽ വിദേശ തൊഴിലാളികൾക്ക് ബഹ്റൈനിൽ ഈടാക്കുന്ന വർക്ക് പെർമിറ്റ് ഫീസ് 100 ദിനാറാണ്. ഇത് 2026 105 ദിനാറായും 2027 111 ദിനാറായും 2028 118 ദിനാറായും 2029 125 ദിനാറായും ഉയർത്തും. അതേസമയം എല്ലാ മാസവും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്ക് അടയ്ക്കേണ്ട ഫീസിലും ആനുപാതികമായ വർധനവുണ്ടാകും. ഇതോടൊപ്പം പ്രവാസികളുടെ വാർഷിക മെഡിക്കൽ ഇൻഷുറൻസ് ഫീസിലും വർധനവ് വരുത്തും. നിലവിൽ 72 ദിനാറാണ് പ്രവാസികളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഫീസ്. അത് 2026 90 ദിനാറായും 2027 108 ദിനാറായും 2028 126 ദിനാറായും 2029 144 ദിനാറാക്കിയും ഉയർത്തും. മീഡിയ 1 ബഹ്റൈൻ.